ഹോയ്. അപ്പോൾ ഒരു ദിവസം ഏട്ടൻ വർക്കിന് പോയപ്പം കുറേ ദിവസം അവിടെ നിൽക്കണില്ല. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ നാത്തൂനുണ്ടായിരുന്നു. അപ്പം നാത്തൂന് അവളുടെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് അവളും വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ പോകാൻ വെച്ചിട്ട് ഞാനും മോനും ഞങ്ങളെന്തായാലും ഇവിടെ ഇങ്ങനെ ചൂടൊക്കെ അല്ലേ, ഇവിടെ വെള്ളവും ഇല്ല, ബുദ്ധിമുട്ട്. അപ്പോൾ അവരുടെ കൂടെ പോകാൻ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അന്ന് വ്ളോഗ് എടുക്കണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഊണെന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു. അപ്പോൾ അവിടെ കയറിയപ്പം നല്ല സെറ്റപ്പായിട്ടുള്ള ഫുഡും ഇതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അതൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ ഫുഡ് വന്നപ്പം ആദൂന് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. നാത്തൂൻ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ഏട്ടൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, വർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുട്ടീനെ അങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല. അങ്ങനെ ഞാനാകെ പെട്ടു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആദ്യം കണ്ട കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നു. ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് ഇവനാണെങ്കിൽ അധികം വർത്താനൊന്നും പറയണില്ല. അതിപ്പോൾ 1.5 വയസ്സായി മോന്. അപ്പോൾ അവനെ ഒന്ന് വർത്താനം പറയിപ്പിക്കാൻ ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാലോ എന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞാൻ എപ്പോഴും ആ കുന്നിൻ്റെ മുകളിലത്തുള്ള അമ്പലം കാണിക്കുക. അപ്പോൾ ഒരു കുന്ന് കാണാനില്ല കണ്ട, അതിൻ്റെ ടോപ്പിൽ തന്നെ കുഞ്ഞായിട്ടൊരു അമ്പലമുണ്ട്. താഴത്ത് ഇങ്ങനെ സ്റ്റെപ്പ് മുകളിലൊക്കെ കാണട്ടെ, എല്ലാ വീഡിയോയിലും കാണാം. അങ്ങനെ കുറച്ച് നേരം അത് ഉറങ്ങി, കണ്ടില്ലേ നേരത്തെ കാണിച്ച്. ഉറങ്ങി എണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടു. ഇതേ മൊബൈൽ എടുക്കാൻ വരുന്നു. പിന്നെ അവൻ അലമ്പ്. പിന്നെ കുറേ നേരം മൊബൈലൊന്നും എടുക്കാൻ പറ്റില്ല. മൊബൈൽ തിരിച്ചു മേടിച്ചാൽ അവൻ പൂര കരച്ചിലായിരിക്കും. അപ്പോൾ അവൻ കാണാതെ മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും പോസിബിൾ അല്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഡ്യൂട്ടി തുടങ്ങി. ഇത് അവിടുത്തെ കസേരയൊക്കെ വലിച്ച് നിരക്കുക, അവരുടെ സാധനങ്ങളൊക്കെ എടുത്തെറിയുക, അങ്ങനെയൊക്കെ. പിന്നെ അപ്പോൾ ഞാൻ സവിതയുടെ റൂമിൽ മുകളിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം അവൾ ആ ഊഞ്ഞാലിലൊക്കെ അവനെ ഇരുത്തി. അത് കഴിഞ്ഞാൽ അവരുടെ അടിച്ചു വാരി തുടയ്ക്കുന്ന സാധനം തുടപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവിടെയൊക്കെ വെച്ച് അത് കൊണ്ടുപോയിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പം കുട്ടികളുടെ കളിയൊക്കെ കാണാൻ രസമല്ല. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ അവനങ്ങനെ നോക്കിയിരുന്ന് ഞാൻ ആലോചിക്കട്ടെ, നമ്മളിപ്പോൾ 1-2 തവണയൊക്കെയാണ് അവൻ ഉള്ള സമയത്ത് ഇതേപോലെ അടിച്ചു വരി തുടക്കലൊക്കെ ഉണ്ടാവുള്ളൂ. ഡെയിലി ഒന്നും ഇവിടെ തുടയ്ക്കാറ്. അടിച്ചു വരാറുണ്ട്, തുടക്കൽ ഡെയിലി ഇല്ല. എപ്പോഴും തുണി കൊണ്ട് തുടച്ചിട്ടിരിക്കണോണ്ടേ. അപ്പോൾ പക്ഷേ ഇവൻ അത് ഒരു തവണ കണ്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. കൃത്യമായിട്ട് ആ ബക്കറ്റിൽ കൊണ്ടുപോയി വെച്ചു. അത് അവൻ വലിച്ച് റൂമിൽ കൊണ്ടുപോയി വെച്ച് അത് തുടയ്ക്കണമാതിരി കാണിക്കുന്ന. പക്ഷേ എത്രത്തോളം അവൻ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നാ. ഓ എന്താ അവൻ എന്തോ വർത്താനം പറയേണ്ട അടുത്ത്. എന്താണ് അമ്മ വീഡിയോയിൽ ഓവർ വോയിസ് കൊടുക്കണേ. അവനെന്തോ ഓവർ വോയിസ്, അവൻ്റെ കാർട്ടൂണിൻ്റെ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഓവർ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് സംസാരിക്കുകയാണ് ആ ലീന്നൊക്കെ. അപ്പോൾ അങ്ങനെ അവളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ. ഞാൻ സാധാരണ അങ്ങനെ അവളിപ്പം എന്താ പറയുക ചെന്നാൽ ഞങ്ങൾ അധികം ഞാനങ്ങനെ സംസാരിക്കാറൊന്നുമില്ല പൊതുവേ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരം എന്തോ സംസാരിച്ചിരുന്നു. പിന്നെ ഇപ്പം എന്താ ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തുണികളൊക്കെ അലക്കാൻ കിടക്കായ കാരണം കൊണ്ട് ഞാൻ അവസാനം ഡെലിവറിക്ക് വേണ്ടി വാങ്ങിച്ച എൻ്റെ മാക്സി വരെ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു, അത് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അതെടുത്തിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ ചെന്ന് ഒരു ഉപ്പ് തണ്ണി വരുമ്പോൾ അതിൽ കുറച്ച് നേരം അവനെ അമ്മമ്മ അവിടുത്തെ സവിതയുടെ അമ്മ കൊണ്ടുപോയി കുറച്ച് നേരം കളിപ്പിച്ചു. കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. സവിതയുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ, ആ മതിലിൻ്റെ അപ്പുറത്താണ് അവളുടെ വീടിട്ട് തൊട്ട് ബാക്കിൽ തന്നെ ഒരു പാർക്കുണ്ട്. അതിൽ നിറയെ കുട്ടികൾ അമ്മമാരൊക്കെ വന്നിട്ട് വൈകുന്നേരം 2-3 കളിക്കണതേ ഉള്ളൂ കേട്ടോ, കളിക്കണ സംഗതികൾ. പക്ഷെ അതിലെല്ലാവരും കൂടെ ഓടിച്ചാടി കളിക്കണം. അപ്പോൾ അവനെ കൊണ്ടുപോയി ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ അല്ലേ നാത്തൂന് അതിൽ അവൾ നൊഴിഞ്ഞു കയറിയിട്ട് അവൾ കളിക്കുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ഇവളിത് എങ്ങനെ ഇതിൽ കളിക്കണെന്ന്. പക്ഷെ അവൾ കളിക്കാറുണ്ട് ഇത്ര അവിടെ പോയിട്ട്. അവരുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെ അല്ലേ. അപ്പോൾ നമുക്കൊക്കെ അല്ലേ നാണോ, അങ്ങനൊന്നുമില്ല. ഇപ്പം അവൾ മാത്രമൊന്നുമല്ല കേട്ടോ, അവരുടെ കൂടെ വന്ന ഈ കുട്ടികളുടെ കൂടെ വന്ന അമ്മമാരൊക്കെ ചുരിദാറൊക്കെ ഇട്ട് വന്നവരൊക്കെ അവിടെ അങ്ങനെ കളിക്കണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണം പറഞ്ഞാൽ അവളത് ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ ആദൂനും നമുക്കൊക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ ഏട്ടൻ വരുന്നവരെ രാത്രി ഞാൻ സവിതയുടെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും അവിടെ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് പോരാൻ തോന്നില്ല, അത്രയും നല്ല കാറ്റാട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് വന്നിട്ട് പോന്നു കേട്ടോ.